ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് രാത്രി ബസ് കയറിയിട്ട് രാവിലെ മ്യൂണിക്കിലെത്തിയതാണ്, ജർമ്മനിയിൽ. അപ്പോൾ ഒരു 4-5 ദിവസം അവിടെ ജർമ്മനിക്ക് ഇറങ്ങാനാണ് പ്ലാന്. ഇത് ഞാനിപ്പോൾ ഏകദേശം 1.5 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ജർമ്മനിയിൽ പിന്നെയും വന്നത്. പിന്നെ അന്ന് പോകാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇപ്പം പോകാമെന്ന് വിചാരിച്ചത്. അത് ഞാൻ എന്താ പറയുക, യൂറോപ്പിൽ വന്ന സമയത്ത് വന്നതാണ്. അന്ന് കാര്യമായിട്ടൊന്നും അറിയില്ല ഏതൊക്കെ നല്ല സ്ഥലം അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒക്കെ അന്ന് പോകാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇപ്പം പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ജർമ്മനിയിലത്തെ എല്ലാ സ്ഥലത്തും പോകുന്ന ഈ ഒറ്റ വീഡിയോയിൽ തന്നെ കൊള്ളിക്കാനാവും നോക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ, മോർണിംഗ് ആണ്. ഇനി ഇവിടുന്ന് ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് റൂമിലൊക്കെ പോകണം. ഫ്രണ്ട്സ് ഉണ്ട് കുറേ, അപ്പോൾ അവരൊക്കെ കാണാനാണ് മെയിൻ ഉദ്ദേശം. എന്തായാലും നമുക്ക് പഴയ നോക്കാം. ഒക്ടോബർ ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ഒക്ടോബർ ഫെസ്റ്റ് ഇവിടെ ഭയങ്കര ഒരു ഫേമസ് സംഭവം. പക്ഷെ അത് കഴിഞ്ഞ ദിവസം ഫിനിഷ് ചെയ്തു. ഞാൻ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. റെയിൽവേ സ്റ്റേഷനൊക്കെ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇതുണ്ടല്ലോ, ബസ്സൊക്കെ നിർത്തിയിടും പോലെയാണ് ഇവിടെ ട്രെയിൻ നിർത്തിയിടുന്നത്. പിന്നെ റിവേഴ്സ് എടുത്ത് പോകണം. നമ്മുടെ നാട്ടിൽ 2 സൈഡിലല്ല പ്ലാറ്റ്ഫോം ഉണ്ടാവില്ലേ. ഇവിടെ ഈ വൈറ്റ് ട്രെയിൻ കാണുന്നതാണ് ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അതിൽ കയറിയ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്കൊക്കെ പെട്ടെന്ന് എത്തും, ഭയങ്കര ഫാസ്റ്റ്, സ്റ്റോപ്പൊക്കെ കുറവാണ്. ഇതെടുത്താൽ നോർമൽ ട്രെയിൻ അപ്പുറത്ത്. അങ്ങനെ നമ്മൾ ഡച്ച് ബാൻഹോഫിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ഇത് നമുക്ക് ഈ കാർഡായിട്ടാണ് തന്നെ. ഇത് നമുക്ക് DBയിൽ യൂസ് ചെയ്യുക, അല്ലാണ്ട് ഈ കാർഡായിട്ട് വാങ്ങിയാൽ പിന്നെ മൊബൈൽ ചാർജ് ചെയ്താലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ കാർഡായിട്ട് വാങ്ങി. ഇത് എന്താണ്, സബ്സ്ക്രിപ്ഷനായിട്ടാണ്. ഒരു മാസം 58 യൂറോ. 58 യൂറോ എന്ന് പറയുന്നത് ഒരു മാസത്തേക്കുള്ള പൈസയാണ്. ഇനിയിപ്പോൾ അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു മാസത്തിൻ്റെ 10-ാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ നെക്സ്റ്റ് മാസവും ആ പൈസ റെഡ്യൂസ്ഡ് ആയിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഇവിടെ ഏറ്റവും, ഇപ്പോൾ ഒരാഴ്ചത്തേക്കാണെങ്കിൽ 10 ദിവസത്തേക്കാണെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം കറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ 58 യൂറോൻ്റെ ടിക്കറ്റ് എടുക്കണമെന്നല്ല. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 5 ദിവസമൊക്കെ ഉണ്ടാവും വിചാരിക്കുക. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകാനും അതിൻ്റേതായ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതെടുക്കണതാണ് ലാഭം. അങ്ങനെ ഇതെടുത്ത് എനിക്ക് ഒരു മാസത്തേക്ക് മതി, അടുത്ത മാസത്തേക്ക് പൈസ പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ ഒക്ടോബർ 31 തന്നെ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്ത് പോകുമെന്നൊക്കെ പറഞ്ഞു. നല്ല ആൾക്കാർ, മൊത്തം സെറ്റായി. അപ്പോൾ ഇനി എക്സ്പ്ലോറിങ് ജർമ്മനി, സ്റ്റേ ട്യൂൺഡ്. നിങ്ങളങ്ങനെ ഇവിടുത്തെ ഒരു ഫസ്റ്റ് ലൊക്കേഷനിലോട്ട് പോകണം, മ്യൂണിക്കിലുള്ള. അതായത് ആ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ട്രാമും ബസ്സും ഫെറിയും ട്രെയിനും മെട്രോയും എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ മറിയം പ്ലാറ്റ്സ് എന്നാണ് ആ സ്ക്വയറിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, അവിടെ എത്തിയിട്ട് കാണാം. ട്രാമൊക്കെ നൈസാണ്. അവിടുത്തെ സിറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ പഴയതും പുതിയതായിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതായത് എന്താ, പഴയൊരു കെട്ടിടം. വെൽക്കം ടു ഡച്ച് ലാൻഡ് ജർമ്മനി. ഇതും ഒരു പഴയ ബിൽഡിങ്. പഴയതും പുതിയതൊക്കെ കാണുന്നുണ്ട്. അടിപൊളി. അവിടെ ഒരു റോൾസ് റോയ്സ് കള്ളിനൻ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കള്ളിനൻ. നമ്മളിതാ ഈ ലൊക്കേഷനിലോട്ടാണ് വന്നത്, മറിയം പ്ലാറ്റ്സ്. പ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പ്ലേസ്. ഇവിടെ കുറേ അങ്ങനെ ഉണ്ട്. പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ കുറേ പേര് കാണാം. എന്തായാലും ഇതിൻ്റെ ആർക്കിടെക്ചർ ഒരു രക്ഷയില്ല. നൈസ്. പിന്നെ അത്യാവശ്യം റിച്ച് സ്ട്രീറ്റാണ് കേട്ടോ. കുറേ ബ്രാൻഡൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ എന്തൊക്കെ വർക്ക് നടന്നുകൊണ്ടൊക്കെ. സ്ട്രീറ്റിലൊക്കെ രാവിലെയാണ്, പക്ഷെ നല്ല ആൾക്കാരും ഉണ്ട് ഇപ്പോൾ. എന്താ, വോഡഫോണിൻ്റെ ഒക്കെ ഓഫീസ് അവിടെ, പഴയ എംബ്ലോ. നമ്മുടെ നാട്ടിലൊക്കെ VI ആയി അറിഞ്ഞില്ല തോന്നുന്നു. അയവ അടിപൊളി സ്ക്വയർ. ഈ രാവിലെ തന്നെ ആയിരുന്നു അത്ര ആൾക്കാർ. നന്ന്, അതായത് മൺഡേ ആണ്. ഓ, അവിടെന്താ ഇസ്രായേലിൻ്റെ കൊടിയൊക്കെ, അവിടെയൊക്കെ പൂവൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ. ഞാനിത് വൈഡ് ആംഗിളിൽ കാണിച്ചു തരാം. ഏതാ, ഇവിടെ നല്ല വ്യൂ ഉണ്ട്. പിന്നെ അവിടെയും കുറേ ബിൽഡിങ്ങൊക്കെ പൊളി. വാവ്. ഇസ്രായേലും വരും ചങ്കും ചങ്കാന്ന് തോന്നുന്നു. ഒരു ഫ്ലാഗൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും ഇത് നല്ല രസമുള്ള സ്ഥലം കേട്ടോ. നല്ലൊരു സ്ക്വയർ കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരും ഉണ്ട്. കൊള്ളാം. ആ ചർച്ച് എന്ന് തോന്നുന്നു മണി
അതിനകത്തൊന്നും ഇവിടെ ഇത്രയും ആൾക്കാർ കൂടിയ ഇതിലൊന്നുമില്ല. അതാ അവിടെ ഇവിടെ കോഫിയും കഴിച്ച് അങ്ങനെ ഇരിക്കുക. ഇവിടെ മറ്റേ പ്രാഗിലുള്ള ക്ലോക്കിൻ്റെ ഷോ പോലെ ഓരോ മണിക്കൂറിൽ എന്തോ ഒരു പരിപാടി ഉണ്ട്, അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അതെന്തോ ഡാൻസ് കളിക്കും തോന്നാണ്. അതിന് അടിച്ചുകൂടിയ ആൾക്കാരായത് മൊത്തം. ഇപ്പോൾ പുതിയ കിട്ടിയ അറിവാത്. കറക്റ്റ് ടൈമിന് എത്തുന്നില്ല മനാഫ നമ്മളെ ഓരോ സ്ഥലത്തും. അതെ, ലക്കി. എന്താ നോക്കട്ടെ. 11 മണിയായി. അവിടെ മണി അടിച്ച് തുടങ്ങി. എനിക്ക് തോന്നുന്നു അവിടെയാണ് പരിപാടി. അവിടെ നിന്ന് അവിടെ ഉണ്ടോ മണി അടിക്കുന്നത്? ഇതൊക്കെ എത്ര കാലം മുന്നുള്ള സാധനം, എപ്പോഴും സ്റ്റിൽ വർക്കിങ്. ഞാൻ അത് ആലോചിക്കണേ. പിന്നെ ആ ഫുള്ളൊരു വിൻറ്റേജ് സംഭവം. പക്ഷെ ആ ചെടിയും പൂവൊക്കെ സൈഡ് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഡാൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. കുറേ നേരം മണി മാത്രമേ ഉള്ളൂ. അതാ അവർ മൂവ് ചെയ്യൽ തുടങ്ങി. സംഭവിക്കുന്ന കുറച്ച് സമയം മണി അടിച്ചിട്ട് പിന്നെ അവരിങ്ങനെ മൂവ് ചെയ്യുന്നത്. അത് അടിപൊളിയായിട്ടാണ്. ഇതൊക്കെ എന്തോ സ്റ്റോറി പറയുന്നതായിരിക്കും. എനിക്കിതൊന്നും അറിയില്ല എന്താണ്. പഴയ രാജാക്കന്മാരെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്തോ സംഭവം തോന്നുന്നു. പടയാളികൾ. മനാഫ യുദ്ധം. മുകളിലത്തെ സെക്ഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴെ അവരിങ്ങനെ കറങ്ങി ഡാൻസ് ചെയ്യുന്നു. ഇത് അടിപൊളിയായി. മുകളിലത്തെങ്ങാട്ടും അടിപൊളി താഴെ. എന്തായാലും ഇതിപ്പോൾ കറക്റ്റ് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിവിടെ ഇങ്ങനെയൊരു സംഭവം ഉള്ളത്. എന്തായാലും ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ കറക്റ്റ് ടൈമിന് എത്തുകയും ചെയ്ത്. എന്തായാലും അടിപൊളിയായി. നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. ട്രെയിൻ ഇറങ്ങി ഫസ്റ്റ് ഇങ്ങോട്ട് തന്നെ വന്ന് നന്നായി. കാരണം ഇത് കാണാൻ പറ്റി. ഇതെപ്പോഴും ഓർത്തിരിക്കും. കറക്റ്റാ സാധനം. എല്ലായിടത്തും ലക്കിയ കറക്റ്റ് ടൈമിന് നമ്മൾ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ചർച്ച് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുക. ഇവിടുത്തെ പേരൊക്കെ കുറച്ച് പണിയാട്ടോ. ഇതാ ഫ്രോൺ ക്രിസ്യെ, അങ്ങോട്ടേക്കായി പോയിക്കൊണ്ട് നിൽക്കണം. ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും മനസ്സിലാവില്ല. മ്യൂണിക്ക് തന്നെയുള്ള അത്യാവശ്യം റിച്ച് സ്ട്രീറ്റാന്ന് തോന്നുന്നത്. ഫുള്ള് നല്ല കിടിലൻ ഷോപ്പുകളും അതൊക്കെയാണ്. നല്ല നീറ്റാട്ടോ അവിടെയൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് അത് അവിടെ എത്തി. ഫ്രോൺ ക്രിസ്യെ എന്ന് പറയും. ഞാൻ എൻ്റെ ഫ്രണ്ടിലും പോയി നോക്കട്ടെ. നല്ല ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഫ്രണ്ടിലുള്ള ക്ലോക്കൊക്കെ ആയിട്ട് ബിൽഡിങ്ങിലൊക്കെ അതാ ഫ്ലവർ ഫിറ്റ് ചെയ്തിട്ട് നല്ല രസം. റെഡ് കളർ. ഉള്ള ആൾക്കാരാണ് സ്ട്രീറ്റ് മൊത്തം. ഇതാന്ന് തോന്നുന്നത് ഈ സ്ട്രീറ്റിലുള്ള എൻട്രൻസ് ശരിക്കും. നമ്മൾ വേറെ ഏതോ സൈഡ് ത്രൂ കയറി. എന്തായാലും ചുറ്റുപാടൊക്കെ നൈസാണ്. നല്ല വൃത്തിയുള്ളൊരു സംഭവം. ഞങ്ങൾ സ്ട്രീറ്റിൻ്റെ പുറത്തെത്തി. ഇതൊന്നും ഒറിജിനൽ കേട്ടോ, ഫേക്കാണ്. പ്ലാസ്റ്റിക്കാ. എന്നാൽ ഇവിടെ നല്ല വെള്ളത്തിൻ്റെ ഇതൊക്കെ. അതെന്തോ ഒരു പ്ലാട്സാണ്. പ്ലാട്സ് മീൻസ് ഒരു സ്ഥലത്തിന് പറയുന്നതെന്ന് തോന്നുന്നു. കാൾസ് പ്ലാട്സ് അങ്ങനെ എന്താ പേര് ആ ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി മ്യൂണിക്ക് ഞാൻ ഇത്രേ കവർ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് ന്യൂറംബർഗ് എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. അവിടെയാണ് ഒരു ഫ്രണ്ടിൻ്റെ റൂം. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ മ്യൂണിക്കിൽ നിന്ന് ട്രെയിൻ കയറി ഏകദേശം 2 മണിക്കൂറുണ്ട്. അപ്പോൾ ന്യൂറംബർഗ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ. ഇത് കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കുറേ ഔട്ടറാണ്. മറ്റേ ഒരു സ്റ്റേഡിയം ഒക്കെ ഉണ്ട്, ഒരു ഇൻ്റർനാഷണൽ. അതൊക്കെ കുറച്ച് ലോങ്ങാണ്. അതൊന്നും പോകാൻ സമയമില്ല. സമയപരിമിതം മൂലം ഞങ്ങൾ ഇവിടുന്ന് വെല്ല വിടുകയാണ്. ഈ സ്ക്വയറൊന്നും ഞാൻ എന്തായാലും മറക്കൂല. അടിപൊളിയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ബിൽഡിംഗ് ഒക്കെ പഴയതും പുതിയതൊക്കെ മിക്സായിട്ട് അവിടെ വരുന്നത്. എന്തായാലും കൊള്ളാം. അത്യാവശ്യം വലിയ സിറ്റിയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നി. എന്താ അറിയില്ല, പോകുന്നിടത്തൊക്കെ ഒരു മൂടി ക്ലൈമറ്റ്, നല്ല മഴ. ഇവിടെ ഇതുവരെ മഴയില്ലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നത്.
ഇനി എന്തായാലും പ്രാഗത്തെങ്കാട്ടിലും തണുപ്പുണ്ട് ഇവിടെ, എന്താണാവോ. ഇനി 3-4 ദിവസം ഉണ്ടല്ലോ, ഏതൊരു ദിവസം നല്ല ക്ലൈമറ്റ് കിട്ടുമായിരിക്കും. പിന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ വെച്ചാൽ ഇപ്പോൾ ഒരു 15 ദിവസം മുന്നേ ഒക്കെ ഈ DBയിൽ ആപ്പിൽ കയറി ടിക്കറ്റ് എടുക്കണം, എന്നാലേ അത് കിട്ടുള്ളൂ, ആ QR കോഡ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഞാനൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അവിടുന്ന് ഡയറക്റ്റ് എൻ്റെ ഓഫീസിൽ പോയി ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന പരിപാടി നോക്കിയതാണ്. അല്ലാണ്ട് നമുക്ക് ഇനി അത്ര സമയമില്ലല്ലോ, പെട്ടെന്ന് കിട്ടേണ്ടതായതുകൊണ്ട് അങ്ങനെ എടുത്ത്. ഇനി ഇങ്ങോട്ട് അഥവാ ജർമ്മനിക്കൊക്കെ വരാൻ പ്ലാനുള്ളവർ മുന്നേ എടുത്തു വെക്കുക ടിക്കറ്റൊക്കെ, ഒരു 15 ദിവസം മുന്നേയൊക്കെ. ഇവിടെ ഈ 2 ദിവസം 3 ദിവസം അങ്ങനത്തെ ഒരാഴ്ച അങ്ങനത്തെ പരിപാടി ഇല്ല. ഒരു മാസം, അതും സബ്സ്ക്രിപ്ഷന്. അത് 10-ാം തീയതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തില്ലെങ്കിൽ ആ പിറ്റേത്തെ മാസം പിന്നെ ആ പൈസ ഡെഡ്യൂസ്ഡ് ആവും. അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഇതാണ് മ്യൂണിക് റെയിൽവേ സ്റ്റേഷൻ, സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. DB ഹൗപ്റ്റ്ബാനോഫ് അങ്ങനെ പറയാം അവിടെ. ഹൗപ്റ്റ്ബാനോഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ജംഗ്ഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്കീം അതാണ്. ഇവിടെ ഞങ്ങൾ നേരത്തെ പോഴേ ജസ്റ്റ് പുറത്തേക്ക്. ഇനിയിപ്പോൾ അരമണിക്കൂറുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ വരും. അപ്പോൾ ഇനി കളികൾ അന്ന് ന്യൂറംബർഗിൽ നിന്ന് വേണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കറങ്ങാൻ. എന്നാലും കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്, ഞാൻ നോക്കട്ടെ. വീഡിയോ ലെങ്ത് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ജർമ്മനിത്തെ 2 വീഡിയോ ഒക്കെ ആയിട്ടിടും. ഈ IC ട്രെയിനൊക്കെ കാണുമ്പോഴാണ് എൻ്റെ മോനെ ഏതാ സീൻ വണ്ടി. ജർമ്മൻ മേഡല്ലേ, അതിൻ്റെ പവർ അവർ കാണിക്കും. നല്ല നീളമുണ്ട് ബാക്കോട്ട്. പണ്ട് ഡൽഹിയിലത്തെ മെട്രോൻ്റെ ഒക്കെ എഞ്ചിനൊക്കെ ജർമ്മനാണ്, അതൊക്കെ ഇവിടുന്ന് കൊണ്ടുവന്ന അങ്ങോട്ടേക്ക്. ജർമ്മനിയൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ ഒക്കെ എഞ്ചിനിൽ മുന്നിൽ നിൽക്കുന്നത്. ജർമ്മനി, ജപ്പാനൊക്കെ. ജപ്പാനിലാന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഇൻ്റർസിറ്റി ഉള്ള ട്രെയിൻ വരാൻ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് പ്ലാറ്റ്ഫോം മാറ്റി കളയും. അപ്പോൾ DBൻ്റെ ആപ്പിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കണം. അങ്ങനെ ഇവിടുന്ന് നല്ല ട്രെയിൻ കയറിയിട്ട് ന്യൂറംബർഗിലോട്ട് പോവാം. ന്യൂറംബർഗിലോട്ട് പോകാനുള്ള ആൾക്കാരതൊക്കെ. അങ്ങനെ ഏകദേശം മ്യൂണിക്കിൽ നിന്ന് 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ന്യൂറംബർഗിലെത്തി. ഇതാണ് ന്യൂറംബർഗ് റെയിൽവേ സ്റ്റേഷൻ. എന്നാലും കൊള്ളാം, അത്യാവശ്യം വലിയ സിറ്റി ആട്ടോ, സീനൊന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങാണ്. കുറച്ച് ഓൾഡ് സിറ്റി ഓൾഡ് സിറ്റിയിലാണ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങോട്ടൊക്കെ പുതിയ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് വ്യൂ ഞാൻ പുറത്തിറങ്ങിയിട്ട്. അതൊക്കെ എന്താ പഴയൊരു കെട്ടിടം. പിന്നെ ഇങ്ങോട്ടേക്ക് പുതിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങണം. 2 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പ്ലാൻ ചെയ്യണം എങ്ങോട്ടാന്ന് വെച്ചാൽ. ഇതാണ് ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ്. ബെൻസാണ് കൂടുതലും. പിന്നെ ബെൻസിൻ്റെ നാടാണല്ലോ. പിന്നെ ഇതാ നല്ല ഈ കളറാണ് നല്ല രസമുണ്ട്, ഒരു ഓഫ് വൈറ്റ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം, ഒരു വിൻറ്റേജ് സെറ്റപ്പ്. ഇതാണ് എൻട്രൻസ്, നൈസ്. പിന്നെ ഇതാ അങ്ങോട്ടേക്കും ഉണ്ട്. ഇതേതായാലും പൊളിയായിട്ടോ. 2 കൊല്ലമായിട്ട് ഒരു കമ്പനിക്കാരനുണ്ട് ഇവിടെ ജർമ്മനിയിൽ, ഇതുവരെ കണ്ടില്ല. അതേ പോണു മാമതാ ഇതാക്കുന്ന ആളെ കിട്ടിയത്. അസ്സലാമു അലൈക്കും. ഓക്കെ, ദക്കലയും പറഞ്ഞതെന്ന് അറിയോ, ആദ്യം ഈ മുഖത്തൊന്ന്, പിന്നെ എൻ്റെ വക ഇപ്പുറത്തൊന്ന്. പിന്നെ അതാണ് പണി കഴിഞ്ഞ് വരായി. ഇതാണ് ഗൈസ് എൻ്റെ മോമേ. എന്താണ് എനിക്കെന്താ നാണം വരുന്നുണ്ടോ? ഇവനെന്താണ് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത? എടാ ഞാൻ ലാറ്റ്വിയെന്ന് വരാണോ, ഇങ്ങോട്ട് സംസാരിക്കും. 2 കൊല്ലം ഓർമ്മയുണ്ട്. ഞാൻ ഇന്ന് മനാഫിനോ പറഞ്ഞിട്ടോ ഉള്ളു. ഞാൻ ലാറ്റ്വിയക്ക് പോകുന്നതിനൊക്കെ എത്രയോ മുന്നാ, 2-2.5 കൊല്ലമായി ഉണ്ടാവും. ഇവനാകെ മാറിട്ടോ, ജർമ്മൻ പോയാ ഇപ്പൊ. 2021 ജൂലൈയിൽ നമ്മളൊരു ട്രിപ്പ് പോയിക്കില്ലോ വയനാട്ടിൽ. അതായിരിക്കും. എന്തായാലും കണ്ട് ചൂടാണ്. ഇവന് ഇൻവേർട്ടറാണ് ഗൈസ്. മുഹമ്മദിനെ കിട്ടി, മനാഫിനെ കിട്ടി. 2 ജർമ്മൻ ബോയ്സ് എൻ്റെ കൂടെ ഉണ്ട്. ഇനി ഇവൻ്റെ റൂമിൽ പോയിട്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ ഇനി എപ്പോഴാണോ റൂമിൽ നിന്ന് ഇറങ്ങണേ അപ്പോൾ. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്നലെ റൂമിൽ കയറിയതാണ്. പിന്നെ ഇപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങണേ. ഏകദേശം ഒരു 10-24 മണിക്കൂർ റൂമിൽ തന്നെ ആയിരുന്നു. പിന്നെ നല്ല റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഫുൾ ചാർജിൽ. പിന്നെയും ജർമ്മനി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ ന്യൂറംബർഗിൽ ഒരു ചർച്ചിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ആ ചർച്ചൊന്ന് കണ്ട് അവിടുത്തെ സ്ട്രീറ്റും എല്ലാം നൈസാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ഒരു കത്തീഡ്രലുണ്ട്,
അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് ലോറസ് ക്രീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ചാണ്. ആ ചർച്ചിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. സ്ട്രീറ്റൊക്കെ അടിപൊളി, പിന്നെ നല്ല ആൾക്കാരും ഉണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു കാസിലുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. കാസേൻ്റെ കൊടിയൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. വേറെ നൈറ്റ് ലൈഫ് അടിപൊളി കേട്ടോ അവിടെ. ഇതാണ് ഈ ചർച്ചിൻ്റെ ഒരു ടോട്ടൽ വ്യൂ. അടുത്തേക്ക് വന്നപ്പോൾ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്. ലോറൻസ് ക്രിഷ്യ എന്നതിൻ്റെ പേര്. ഏകദേശം 1250 അങ്ങനെ ഇതിൻ്റെ പണി തുടങ്ങി. പക്ഷേ 200-220 കൊല്ലം എടുത്തു തോന്നുന്നു ഇതിൻ്റെ പണി കഴിയാൻ. നെറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെ ഉണ്ട്. 1477 അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞ്. അല്ലെങ്കിൽ കൊള്ളാം. ചർച്ചിൽ നിന്ന് ഒരു കാസിലോട്ട് പോകാന്ന് പറഞ്ഞില്ലേ, അത് അവിടെ ആ കാണാനാണ് കാസിൽ. അപ്പോൾ കുറച്ച് നടക്കാണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ കടകളൊക്കെ ഏകദേശം അടിച്ച് തുടങ്ങി. പിന്നെ ഒന്ന് നൈറ്റ് ലൈഫൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഇറങ്ങി. അതായത് ആ കാസിലിൽ പോകുന്ന വഴിയാണ്. കടകളൊക്കെ അത്യാവശ്യം അടിച്ചിട്ട്. ഇതെന്താ ഈ സമയത്ത് അടിച്ച കട? എനിക്കറിയൂലേ. ഇത് പോകുന്ന വഴിയിലൊരു ചെറിയ ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പ്. ഇതാ ബ്രിഡ്ജൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് അടിപൊളിയായിട്ടോ. അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ട് ഒരു സ്ക്വയറിലെത്തി. ഇവിടുന്ന് ഇതാ ഒരു ചെറിയ ചർച്ചും ഉണ്ട്. കാസിൽ ഇപ്പുറത്തുള്ളതല്ലേ? ആ കാണുന്നതാണ് കാസിൽ. ഇത് ഓരോ സ്ക്വയറിലെത്തുമ്പോഴാണ് ഓരോന്ന് കാണുന്നത്. എൻ്റെ മോനെ, ഇവിടെ ഇതൊരു പഴയ ഒരു ഓൾഡ് ചർച്ച്. ന്യൂറംബർഗ് നമ്മൾ വിചാരിച്ച പോലെ അല്ലേ. ഞാൻ വെച്ച ചെറിയൊരു ടൗണാണ്, പക്ഷേങ്കിൽ അത്യാവശ്യം വലുതുമാണ്. പിന്നെ കുറേ ഹിസ്റ്റോറിക് പ്ലേസുകളും ഉണ്ട്. അങ്ങോട്ടൊക്കെ നൈസ്. ഇത് നടുക്കൊരു ഇത് ഇതാക്കണേ. ഓ, അത് അടിപൊളിയാണല്ലോ. ഇതിപ്പോൾ ആ സ്ക്വയറിൻ്റെ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അടിപൊളി. പിന്നെ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെന്തൊക്കെയോ സ്റ്റാച്ചു ഒക്കെ പോലെ ആണല്ലേ. അവിടെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഇയാൾക്ക് അതിൻ്റെ മുകളിൽ കയറുന്നത് എന്താ ആർക്കറിയാം. എന്തായാലും കൊള്ളായത്. ഇവിടെ ഒരു സംസ്കാരമാണ് ഇതാ ഇവിടെ. പിന്നെ ഇതാ ഇവിടെ ഈ ഗേറ്റിലൊരു റിങ് ഉണ്ട്. ഇത് കറക്കിയിട്ട് അവിടെ എല്ലാവരും പ്രാർത്ഥിക്കണേ കണ്ടോ. ഇതെന്തോ ഒരു പ്രാർത്ഥന ആലയാണെന്ന് തോന്നണ്. എന്തായാലും അടിപൊളി. ഞാനും കുറച്ച് കറക്കി. ഇതൊരുപാട് ചർച്ചുകളൊക്കെ ഉണ്ട് ഈ സൈഡിൽ. പിന്നെ കുറേ പഴയ ബിൽഡിങ്. അവിടെ കാണുന്നതാണ് കാസിൽ. അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കയറ്റാണ്. ആ കയറ്റം കയറി എങ്ങനെ പോവാ. അതേപോലെ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ്. ഇതാണ് സ്റ്റാർട്ട് മ്യൂസിയം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സിറ്റി എന്നാണ് കേട്ടോ. സിറ്റി മ്യൂസിയം എന്ന് പറയും. ഒക്കെ ക്ലോസായി. നമ്മൾ നേരം വൈകിപ്പോയി. അതിൽ അങ്ങോട്ട് കയറിക്കൊണ്ട് നിൽക്കുക. ഓ, നല്ല കയറ്റാണുള്ളത്. ഏകദേശം കയറി മുകളിലെത്തി ഗൈസ്. ഓ, ഏകദേശം കണ്ടു തുടങ്ങി. അവിടെ ചിലപ്പോൾ നല്ല വ്യൂ ആയിരിക്കും താഴോട്ട്. അതിലൊന്ന് മുകളിൽ കയറി നോക്കാം. ഇതാണ് അങ്ങോട്ട് കയറാനുള്ള വഴി. ഇത്രയും നമ്മൾ കയറി വന്ന് മുകളിലെത്തിയപ്പോൾ അത്രയും കയറി മനസ്സിലാണ്. അങ്ങോട്ടൊക്കെ വഴികളുണ്ട് കേട്ടോ. ഒക്കെ ചെറിയ സ്ട്രീറ്റാണ്. ഇതാണ് ഗൈസ് ഇങ്ങോട്ടേക്കുള്ള വഴി. ഫുൾ ഡാർക്ക്. പേടിയാണ്, ടെററ്. നമ്മളതിൻ്റെ ടോപ്പിലെത്തി. അതിൻ്റെ നേരെ താഴെ ഇവിടുന്ന് നല്ലൊരു സിറ്റീൻ്റെ ഒരു വ്യൂ ഉണ്ടാവും. അങ്ങനെതാ ആ വ്യൂ കാണിച്ചു തരാം. ഓ, ആ പൊളി. നല്ല കിടിലം വ്യൂ. കാസിലിൽ നിന്ന് ഇറങ്ങി ലോറൻസ് ക്രീഷ്യൻ്റെ അടുത്ത് തന്നെ എത്തി. ഇനിയിപ്പോൾ മെട്രോ കയറിയിട്ട് വേണം പിന്നെ അങ്ങോട്ട് റൂമിലോട്ട് പോകാൻ. ഇവിടെ ഈ യു എഴുതിയ കണ്ടോ. ഈ യു എഴുതിയത് അണ്ടർഗ്രൗണ്ട് ഊബാൻ എന്ന് പറയും. ഈ യൂബാൻ എന്ന് പറയുന്നത് മൊത്തം ഈ മെട്രോന് പറയുന്നതാണ്. പിന്നെ സ്ട്രാസൻ ബാൻ എന്ന് പറയുന്നത് ഈ ട്രാം. പിന്നെ ബസ്സിന് ബസ് തന്നെ പറയാം. അതേപോലെ പിന്നെ എസ് ബാൻ ഉണ്ട്, യു ബാൻ ഉണ്ട്, RE, ICE അങ്ങനെയാണ് ഇവിടെ ഓരോ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഓരോ കോഡ് പോലെ അങ്ങനെ പറയുന്നത്. പിന്നെ യു ബാൻ എന്ന് പറയുന്ന മെട്രോ, എസ് ബാൻ എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ നാട്ടിലൊക്കെ ലോക്കൽ ട്രെയിൻ ഉണ്ടാവില്ലേ, അതിന് എസ് ബാൻ എന്ന് പറയും. പിന്നെ RE എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ സ്റ്റോപ്പ് കുറവായിരിക്കും. നമ്മൾ എന്താ പറയുക സ്ഥലത്ത് പോകുമ്പോൾ സ്റ്റോപ്പ് കുറഞ്ഞ അതിനെ പറയുന്നതാണ് പിന്നെ RE എന്ന്. പിന്നെ ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ടും പിന്നെ സ്റ്റോപ്പ് വളരെ കുറഞ്ഞതായിട്ടാണ് ICE ഇൻ്റർസിറ്റി എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ജർമ്മനിയിലത്തെ ഓരോ കഥകൾ. നമുക്കിപ്പോൾ ഞാനൊരു ടിക്കറ്റ് എടുത്തില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. ആ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാ ട്രാൻസ്പോർട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെ പേര്
ലാങ് വാസർ സൂഡ് എന്ന് പറഞ്ഞ ഡയറക്ഷനിലുള്ള മെട്രോയിലാണ് നമുക്ക് പോകേണ്ടത്. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഫേമസ് മെട്രോ സ്റ്റേഷനാണ് അതിൻ്റെ അടിയിൽ കാണിക്കുന്നത്. ഊബർ ഔപ്റ്റ്വാൻ ഓഫ് മെസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ 1 മിനിറ്റിൽ മെട്രോ വരും. ഫുൾ അണ്ടർഗ്രൗണ്ടാണ്. ഇതാണ് ലോറൻസ് ക്രിഷെ. ഇതാ വണ്ടി വരുന്നത്. അങ്ങനെ ഇന്ന് കുറച്ച് ന്യൂറംബർഗൊക്കെ കറങ്ങി സ്ഥലങ്ങളൊക്കെ കുറച്ച് കണ്ട് അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയിട്ട് നാളെ ഒരു കാസ്റ്റിൽ കാണാൻ പോകുന്നുണ്ട്. ന്യൂ കോൺസ്റ്റൈൻസ് കാസ്റ്റിൽ എന്നൊക്കെ പറയും. കിടിലം പേരായതിന്. അത് ഇവിടുന്ന് ഒരു 4 മണിക്കൂർ പോകണം. മ്യൂണിക്കിൽ നിന്നും കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണാം. അവിടെ പോകുന്ന വഴി എന്തൊക്കെയാണുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാസ്റ്റിലൊരു കിടിലം കാസ്റ്റിലാണ്. അതവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം.